السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كلها. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإن تعدوا نعمة الله لا تحصوها إن الله لغفور رحيم. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ലോകരക്ഷിതാവായ അല്ലാഹു നമുക്കേകിയിട്ടുള്ള കാരുണ്യം എത്രയോ മഹത്തരമായതാണ്. നമുക്കൊരിക്കലും വില കൊടുത്ത് വാങ്ങാൻ കഴിയാത്ത അത്രയ്ക്കും അനുഗ്രഹങ്ങൾ നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല തന്നിട്ടുണ്ട്. നമുക്ക് നാഥൻ തന്നിട്ടുള്ളതെല്ലാം അനുഗ്രഹങ്ങൾ മാത്രമാണ്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക, ലോകത്തിലെ മനുഷ്യ ജീവി വർഗങ്ങൾക്കെല്ലാം കൂടി അള്ളാഹു വിതറിയിട്ട 1% കാരുണ്യത്തെ പറ്റി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, ആ അനുഗ്രഹങ്ങളെ തന്നെ ഒന്നൊന്നായി അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് നമ്മൾ എണ്ണാൻ ശ്രമിച്ചാൽ, നമ്മുടെ ഈ ആയുസ് മുഴുവൻ നമ്മൾ ശ്രമിച്ചാലും എങ്ങും എത്തുകയില്ല. കാരണം അള്ളാഹു തന്നിട്ടുള്ളത് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയില്ല എന്ന് അള്ളാഹു തന്നെ ഓർമ്മപ്പെടുത്തുന്ന 16-ാം അധ്യായത്തിലെ 18-ാമത്തെ വചനമാണ് ആമുഖമായി ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അള്ളാഹുവിന്റെ അനുഗ്രഹം നിങ്ങൾ എണ്ണുകയാണെങ്കിൽ നിങ്ങൾക്കതിന്റെ കണക്കെടുക്കാനാവില്ല. തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയും തന്നെ എന്ന വചനം. അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള കണക്കറ്റ അനുഗ്രഹങ്ങളിൽപ്പെട്ടവയാണ് വായുവും വെള്ളവും വെളിച്ചവും എല്ലാം. നാം അനുഭവിക്കുന്ന ആസ്വദിക്കുന്ന എന്തൊക്കെയുണ്ടോ അതെല്ലാം റബ്ബ് നമുക്ക് കനിഞ്ഞരുളിയിട്ടുള്ള അനുഗ്രഹങ്ങളാണ്. വിശ്വാസി എന്നോ അവിശ്വാസി എന്നോ വേർതിരിവില്ലാതെ അള്ളാഹുവിന്റെ എല്ലാ അടിമകൾക്കും അള്ളാഹു ഈ ലോകത്ത് വിഭവങ്ങൾ നൽകുകയാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഇങ്ങനെ ഒരു മറുപടി കൊടുത്തത്. وَإِذْ قَالَ إِبْرَاهِيمُ رَبِّ اجْعَلْ هَذَا بَلَدًا آمِنًا وَارْزُقْ أَهْلَهُ مِنَ الثَّمَرَاتِ مَنْ آمَنَ مِنْهُم بِاللَّهِ وَالْيَوْمِ الْآخِرِ قال ومن كفر فأمتعه قليلا ثم أضطره إلى عذاب النار وبئس المصير. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് ഓർക്കുക. എന്റെ നാഥ, ഇതിനെ നീ ഭീതി ഏതുമില്ലാത്ത നാടാക്കണമേ. ഇവിടെ പാർക്കുന്നവരിൽ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർക്ക് ആഹാരമായി കായ്കനികൾ നൽകണമേ. അള്ളാഹു അറിയിച്ചു, അവിശ്വസിച്ചവനും നാം അത് നൽകും. ഇത്തിരി കാലത്തെ ജീവിത സുഖം ഞാൻ അവന് നൽകും. പിന്നീട് നാം അവനെ നരകശിക്ഷയ്ക്ക് വിധേയമാക്കും. അത് ചീത്ത താവളം തന്നെയാണ്. സൂറത്തുൽ ബഖറ 126-ാം അധ്യായം. അങ്ങനെ അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടാണ് മനുഷ്യർക്കും മറ്റു ജീവജാലങ്ങൾക്കുമെല്ലാം ഉപജീവനം അള്ളാഹു നൽകിയിട്ടുള്ളത്. 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിന്റെ 60-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്. വകഅയ്യിൻ മിൻ ദാബത്തിൻ ലാ തഹ്മിലു റിസ്ഖഹാ അല്ലാഹു യർസുഖുഹാ വഇയ്യാകും വഹുവസ് സമീഉൽ അലീം. സ്വന്തം ഉപജീവനത്തിന്റെ ചുമതല വഹിക്കാത്ത എത്രയെത്ര ജീവികളുണ്ട്. അള്ളാഹുവാണ് അവയ്ക്കും നിങ്ങൾക്കും ഉപജീവനം നൽകുന്നത്. അവനാണ് എല്ലാം കേൾക്കുകയും അറിയുകയും ചെയ്യുന്നവൻ. അള്ളാഹു തആല ചോദിക്കുകയാണ്, മറ്റു ജീവജാലങ്ങൾക്കെല്ലാം ഉപജീവനം കൊടുക്കുന്നത് ആരാണ് എന്ന്. തുടർന്ന് അല്ലാഹു തആല
15-ാം അധ്യായം 20-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്, നാം അതിൽ, മറ്റുള്ള ജീവജാലങ്ങളിൽ നിങ്ങൾക്ക് ജീവിതോപാധികൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. നിങ്ങൾ ആഹാരം കൊടുക്കാത്തവയ്ക്കും എല്ലാം നമുക്ക് വേണ്ടിയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. ഉപജീവന മാർഗങ്ങൾ ഹലാലാക്കി പലതും അല്ലാഹു തആല നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നല്ലത് മാത്രമാണ് നാം തിരഞ്ഞെടുക്കേണ്ടത്. ഇങ്ങനെ പല ഹലാലായ മാർഗങ്ങളിലൂടെ ഉപജീവനം കണ്ടെത്തി ജീവിക്കുമ്പോൾ അതൊരിക്കലും മനുഷ്യന്റെ കഴിവുകൊണ്ടാണ് എന്ന് ഒരിക്കലും ഒരു വിശ്വാസി വിശ്വസിക്കുകയില്ല. കാരണം അവനറിയാം, അത് ഇടുങ്ങിയതാക്കണോ വിശാലമാക്കണോ എന്ന് തീരുമാനിക്കുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എന്നുള്ളത്. അല്ലാഹു പറഞ്ഞു സൂറത്തുൽ അൻകബൂത്തിന്റെ 62-ാമത്തെ വചനത്തിലൂടെ, അല്ലാഹു യബ്സുത്തുർ റിസ്ഖ ലിമൻ യശാഉ മിൻ ഇബാദിഹി വയഖ്ദിറു ലഹു ഇന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം. അല്ലാഹുവാണ് തന്റെ ദാസന്മാരിൽ നിന്ന് താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപജീവൻ മാർഗം വിശാലമാക്കുന്നതും താൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് ഇടുങ്ങിയതാക്കുന്നതും. തീർച്ചയായും അല്ലാഹു ഏത് കാര്യത്തെപ്പറ്റിയും അറിവുള്ളവനാണ്. അതേ ആശയം വരുന്ന മറ്റൊരു വചനം 34-ാം അധ്യായം 39-ാം വചനം, പറയുക, എന്റെ നാഥൻ തന്റെ ദാസന്മാരിൽ അവൻ ഇച്ഛിക്കുന്നവർക്ക് വിഭവങ്ങളിൽ വിശാലത വരുത്തുന്നു, അവൻ ഇച്ഛിക്കുന്നവർക്ക് ഇടുക്കമുണ്ടാക്കുന്നു. നിങ്ങൾ സത്യമാർഗത്തിൽ ചെലവഴിക്കുന്ന എന്തിനും അവൻ പകരം നൽകും. അന്നം നൽകുന്നവരിൽ അത്യുത്തമനാണവൻ. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ അന്നം നൽകുന്ന അല്ലാഹു തന്നെ അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുന്നതിന് പകരം തരും എന്നാണ് പറയുന്നത്. എന്നാൽ മനുഷ്യരിൽ അധികവും അല്ലാഹുവിന്റെ ഈ വാഗ്ദാനം ഉറപ്പായി കരുതാത്തവരാണ്. ഈ ലോക കാര്യങ്ങൾക്ക് ധാരാളമായി പണം ചെലവഴിക്കുന്നുണ്ട്, പലതിലും നിക്ഷേപിക്കുന്നുണ്ട് തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയോടെ. പക്ഷേ പലതും ഇവിടെ തന്നെ നഷ്ടത്തിലാവുകയാണ് ചെയ്യുക. എന്നാൽ പരലോകത്തും ഇഹലോകത്തും നിനക്ക് ഗുണമുണ്ടാകും, തിരിച്ചു തരും എന്ന് അല്ലാഹു തആല ഉറപ്പു തന്നിട്ടുള്ള കാര്യങ്ങൾക്ക് കൊടുക്കാൻ മനുഷ്യൻ വല്ലാതെ മടിക്കുകയാണ്. കാരണം വിശ്വാസം എവിടെയോ കുറഞ്ഞുപോയി എന്നതാണ്. പരലോകത്തിന്റെ കാര്യത്തിൽ അത്രത്തോളം ഉറപ്പ് എന്തോ മനുഷ്യന് കൈവരുന്നില്ല. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിഷേധിക്കുന്നതിന് തുല്യമാണ് ഇത് എന്ന് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആഹാരകാര്യത്തിൽ അല്ലാഹു നിങ്ങളിൽ ചിലരെ മറ്റു ചിലരേക്കാൾ മികവുറ്റത് ആക്കിയിരിക്കുന്നു. എന്നാൽ മികവ് ലഭിച്ചവർ തങ്ങളുടെ വിഭവം തങ്ങളുടെ ഭൃത്യന്മാർക്ക് വിട്ടുകൊടുക്കുന്നതിലൂടെ അവരെയൊക്കെ തങ്ങളെപ്പോലെ അതിൽ സമന്മാരാക്കുന്നില്ല. അപ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്തെയാണോ അവർ നിഷേധിക്കുന്നത്? ഇത് അള്ളാഹുവിന്റെ ചോദ്യമാണ്. കിട്ടിയ ഉപജീവനം കുറഞ്ഞുപോയി എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങുമിങ്ങും നോക്കി പരാതിപ്പെടുകയും വിലപിക്കുകയോ ചെയ്യേണ്ട ആവശ്യം ഒരു വിശ്വാസിക്കില്ല. അല്ലാഹു തആല പ്രത്യേകമായിട്ട് ഇത് പറയുന്നുണ്ട്. സത്യവിശ്വാസികൾ എപ്പോഴും അല്ലാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെടുന്നവരായിരിക്കും. 20-ാം അധ്യായം 131-ാം വചനത്തിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്, ആശയം മാത്രം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മനുഷ്യരിൽ വിവിധ വിഭാഗങ്ങൾക്ക് നാം നൽകിയ ഐഹിക സുഖാഡംബരങ്ങളിൽ നീ കണ്ണുവെക്കരുത്. അതിലൂടെ നാം അവരെ പരീക്ഷിക്കുകയാണ്. നിന്റെ നാഥന്റെ ഉപജീവനമാണ് ഉത്കൃഷ്ടമായത്, നിലനിൽക്കുന്നതും അതുതന്നെയാണ്. എന്നാൽ പരലോക വിഷയത്തിൽ യഖീനുള്ളവർക്കായി ഖുർആനിലൂടെ അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്. ഉപജീവന മാർഗങ്ങൾ നിങ്ങൾക്ക് ഏർപ്പെടുത്തി തന്നിട്ടുള്ള അല്ലാഹുവിനെ അല്ലാതെ ആരെയാണ് നിങ്ങൾ ആരാധിക്കുന്നത് എന്നൊരു ചോദ്യം. وَيَعْبُدُونَ مِن دُونِ اللَّهِ مَا لَا يَمْلِكُ لَهُمْ رِزْقًا مِنَ السَّمَاوَاتِ وَالْأَرْضِ شَيْئًا وَلَا يَسْتَطِيعُونَ. ആകാശഭൂമികളിൽ നിന്ന് അവർക്ക് ആഹാരമൊന്നും നൽകാത്തവരെയും ഒന്നിനും കഴിയാത്തവരെയുമാണ്
അള്ളാഹുവെ വിട്ട് അവർ പൂജിച്ചു കൊണ്ടിരിക്കുന്നത്. 16-ാം അധ്യായം 73-ാം വചനം. അള്ളാഹു തആല അവൻ തന്ന എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ചും കൃത്യമായി സ്മരിക്കുവാനും ഓർക്കുവാനും നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. 35-ാം അധ്യായം സൂറത്തുൽ ഫാത്തിറിന്റെ 3-ാം വചനം. يا أيها الناس اذكروا نعمة الله عليكم هل من خلاق غير الله يرزقكم من السماء والأرض لا إله إلا هو فأنا تؤفكون. മനുഷ്യരെ, അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹം നിങ്ങൾ ഓർമ്മിക്കുക. ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ഉപജീവനം നൽകാൻ അല്ലാഹുവല്ലാതെ വല്ല സൃഷ്ടാവുമുണ്ടോ? അവനല്ലാതെ യാതൊരു ദൈവവുമില്ല. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് തെറ്റിക്കപ്പെടുന്നത്? 27-ാം അധ്യായം സൂറത്തുൻ നംലിന്റെ 64-ാം വചനത്തിലൂടെ അള്ളാഹു ചോദിക്കുന്നു, അമ്മൻ യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദുഹു ومن يرزقكم من السماء والأرض أإله مع الله قل هاتوا برهانكم إن كنتم صادقين. അഥവാ സൃഷ്ടി ആരംഭിക്കുകയും പിന്നീടത് ആവർത്തിക്കുകയും ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ഉപജീവനം നൽകുകയും ചെയ്യുന്നവനോ അതല്ല അവരുടെ ദൈവങ്ങളോ? അള്ളാഹുവോടൊപ്പം വേറെ വല്ല ദൈവവുമുണ്ടോ? നബിയെ പറയുക, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ നിങ്ങൾക്കുള്ള തെളിവ് നിങ്ങൾ തന്നെ കൊണ്ടുവരിക. നമുക്ക് ഓരോ ശ്വാസവും നൽകി ഓരോ നിമിഷവും നമ്മളുടെ ജീവിതം ആസ്വാദ്യകരമാക്കാൻ സഹായിക്കുന്ന റബ്ബിൻ്റെ കാരുണ്യം വളരെ വിലപ്പെട്ടതാണ്. അള്ളാഹുവേ, ഞങ്ങൾക്ക് ശ്വാസവും വായുവും വെള്ളവും അനുഗ്രഹങ്ങളും നൽകുന്ന റബ്ബേ, ഈമാൻ വർദ്ധിപ്പിച്ച് ഞങ്ങൾക്ക് നീ ആഫിയത്ത് നിലനിർത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.